ഹലോ ഗായ്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കരിമീൻ എങ്ങനെ ക്ലീൻ ചെയ്ത് നമുക്ക് എടുക്കാം എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇത് കട്ട് ചെയ്യുന്നതും അതുപോലെ തന്നെ ഇതിൻ്റെ ഉളുമ്പ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്, അത് നല്ല സ്മെല്ലൊക്കെ വരുന്നത്, അത് എത്ര വേഗം പോകാം എന്നുള്ളത് കൂടിയാണ് ഞാനിവിടെ കാണിക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ നമുക്ക് പുതിയ കുട്ടികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണുക, എങ്കിൽ മാത്രമേ അത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ ഈ കരിമീൻ എടുത്തിട്ട് രണ്ട് സൈഡിലെയും ചിറകും അതുപോലെ തന്നെ വാലും കട്ട് ചെയ്ത് കളയുന്നുണ്ട് കേട്ടോ. ഇത് നമ്മൾ ശ്രദ്ധാപൂർവം പിടിക്കണം, ഇതിൻ്റെ മുള്ളിന് നല്ല വേദന ഉണ്ടാവും, അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ പറയുന്നത്. ഞാനിവിടെ കത്രിക ഉപയോഗിക്കുന്നത് പുതിയ കുട്ടികൾക്കൊക്കെ ആദ്യമേ കട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ നൈഫോട്ട് ഉപയോഗിക്കാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാവും, അതുകൊണ്ടാണ് ഞാൻ കത്രിക ഉപയോഗിച്ച് കാണിക്കുന്നത്. പിന്നെ നമ്മളുടെ തലയുടെ താഴെ ഒരു ചിറകുണ്ട്, ഈ ഒരു ചിറക് നമ്മൾ കട്ട് ചെയ്ത് കളയുക. നമ്മൾ രണ്ട് സൈഡും അതുപോലെ തന്നെ വാലും കളഞ്ഞ് കഴിയുമ്പോൾ പിന്നെ അടുത്ത പ്രോസസ്സിങ് ഈ ഒരു ചിറകാണ്. ഈ ഒരു ചിറക് കൂടി കളഞ്ഞതിന് ശേഷം നമ്മൾ ഇതിനൊരു ചെതുമ്പലുണ്ട് കേട്ടോ, എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ തൊലി ഭാഗം, ആ ഒരു ചെതുമ്പലാണ് അതിൻ്റെ പുറമേലിരിക്കുന്നത്. ഇത് നമുക്കൊന്ന് കളഞ്ഞെടുക്കാം. ഇതൊരു 2 സെക്കൻഡ് കൊണ്ട് എങ്ങനെ കളഞ്ഞെടുക്കാം എന്നുള്ളത് കൂടി ഞാൻ കാണിച്ചു തരാം. ഇത് ഞാൻ നൈഫ് ഉപയോഗിച്ചൊന്നും അല്ല ചെയ്യുന്നത്, നമ്മൾ ഒരു സ്ക്രബ്ബർ നമ്മൾ വീട്ടിൽ ഉപയോഗിച്ച് പഴകിയ ഒരു സ്ക്രബ്ബർ ഞാനിവിടെ എടുക്കുന്നുണ്ട്. ഇത് ചെറുതായിട്ടൊന്ന് വെള്ളത്തിൽ മുക്കിയിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് ഉരയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ തന്നെ ഇതിൻ്റെ നമ്മളുടെ ആ ഒരു ചെതുമ്പൽ നന്നായിട്ട് പോരുന്നതായിരിക്കും. ഇതിപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. നല്ല രീതിയിൽ ഉരയ്ക്കുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കൊരു 2 സെക്കൻഡിനുള്ളിൽ തന്നെ നമുക്ക് ആ ഒരു ചെതുമ്പലെല്ലാം കളഞ്ഞെടുക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ട്രിക്ക് കൊണ്ടുവരുന്നത്. ഇതെല്ലാം നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ട് തോന്നി എന്നുണ്ടെങ്കിൽ നിങ്ങൾ വേറൊരു രീതി കൂടി ചെയ്യുക. നമ്മുടെ ആ ഒരു കത്രിക 2ആയിട്ട് എടുക്കുക. അതിന് ശേഷം ഒരു വശം കൊണ്ട്, ഏറ്റവും മൂർച്ചയുള്ള വശം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു വശം കൊണ്ട് ജസ്റ്റ് ഇങ്ങനെ പിടിച്ചിട്ട് ജസ്റ്റ് ഒന്ന് താഴോക്ക് ഇങ്ങനെ നമ്മളിങ്ങനെ ചെതുമ്പി കൊടുക്കുക. അങ്ങനെ ചെയ്താലും നമ്മളുടെ ആ ഒരു എന്താ പറയുക ചെതുമ്പൽ പോയി കിട്ടും. നിങ്ങൾക്ക് ആ ഒരു സ്ക്രബ്ബർ കൊണ്ട് ഉപയോഗിച്ചിട്ട് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെയും ചെയ്യുക. ഇത് രണ്ടും നല്ല എളുപ്പ വഴിയാണ്, വേറൊരു നൈഫ് എടുക്കേണ്ട ആവശ്യകത വരുന്നില്ല. അപ്പോൾ നമ്മുടെ ചെതുമ്പലൊക്കെ കളഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത പ്രോസസ്സിങ് എന്ന് പറയുന്നത് നമ്മളുടെ തലയാണ് നമ്മൾ ലാസ്റ്റ് കട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പം തല കത്രിക ഉപയോഗിച്ച് എങ്ങനെ കട്ട് ചെയ്യാം എന്നുള്ളതാണ്. ഇത് നമ്മളുടെ അതിൻ്റെ തലഭാഗം വെക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് തലഭാഗം വേണ്ടാന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ അങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. നമ്മുടെ ആ ഒരു തലഭാഗം നമ്മൾ വെക്കുന്നുണ്ട്, തലയും കണ്ണും കൂടി ഉള്ളൊരു ഭാഗം, അത് വെച്ചിട്ട് സൈഡിൽ നിന്നാണ് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നത്. ആദ്യം നമ്മളൊന്ന് മടക്കി കൊടുക്കുക, അതിന് ശേഷം കട്ട് ചെയ്തെടുക്കുക കേട്ടോ. നമ്മളിവിടെ എപ്പോഴും തല എടുക്കാറില്ല, നമ്മൾ ഇടയ്ക്കൊക്കെ തല എടുക്കാറുണ്ട്. നമ്മളുടെ നാട്ടിൽ, എൻ്റെ നാട്ടിലൊക്കെ തല എപ്പോഴും എടുക്കാറുണ്ട് കേട്ടോ. തല വിട്ടുള്ളൊരു കളിയില്ല കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അതുകൊണ്ട് തന്നെ എനിക്ക് വേണ്ടി തല ഞാൻ എടുക്കാറുണ്ട്. ഇവിടെ വീട്ടിലാരും അങ്ങനെ തല കൂട്ടാറില്ല കേട്ടോ. ഇനി നമ്മൾ ആ ഒരു കത്രിക ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് ആ കുടലൊക്കെ പുറത്തേക്ക് എടുക്കാൻ കണ്ടോ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന വെച്ചാൽ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് എടുക്കാൻ പറ്റും. കൈ ഉപയോഗിച്ച് വലിച്ചെടുക്കേണ്ട ആവശ്യകത ഒന്നും വരുന്നില്ല. നമ്മൾ ആ ഒരു കത്രിക ഉപയോഗിച്ച് തന്നെ നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും. നമ്മൾ നന്നായിട്ട് കളയുക. ഇതിൻ്റെ ഉള്ളിൽ കുടലോ അല്ലെങ്കിൽ ഒരു പച്ച കളറൊരു ചെറിയൊരു കുടലിൻ്റെ കൂടെ തന്നെ ഉള്ളൊരു ഇതുണ്ട് കേട്ടോ. അത് നമ്മളുടെ അത് പൊട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര സ്മെല്ലാണ്. അതുപോലെ തന്നെ നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ അത് പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു കറിക്ക് കയ്പ്പ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ചെതുമ്പലെല്ലാം കളഞ്ഞിട്ട് ഒരു ചട്ടിയിലേക്ക് ഞാൻ എടുത്ത് വെക്കുന്നുണ്ട്. ഇനി ഇത് ഉളുമ്പ് കളയുന്ന എങ്ങനെയാണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. കല്ലിട്ട് ഉരച്ച് നമ്മളെ സമയം കളയണ്ട, അതിന് വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ഒരു ട്രിക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. കുറച്ച് ആൾക്കാർക്കെങ്കിലും ഇതറിയാൻ പറ്റും, പുതിയ കുട്ടികൾക്കുണ്ടെങ്കിൽ അവർക്ക് കൂടി ഹെൽപ്ഫുൾ ആകട്ടെ എന്ന് കരുതിയാണ്. അപ്പം ഞാനിവിടെ എടുക്കുന്ന ചാണാപ്പുളിയാണ്. ഞാൻ ഇവിടെ എത്ര കരിമീനാണ് എടുക്കുന്നത് അതനുസരിച്ചുള്ള ഒരു ചാണാപ്പുളി എടുക്കുന്നത്. നിങ്ങളൊരു 10 കരിമീൻ എടുക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു ചാണാപ്പുളിയുടെ ആവശ്യകത വരുന്നുള്ളൂ. എന്നിട്ട് നമ്മൾ കൈ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് ഞെരടി കൊടുക്കുക. ഇത് നമ്മൾ വീട്ടിൽ ഉപ്പ് ചെറുതായിട്ട് തിരുമ്മി വെക്കുന്ന വാളാമ്പുളിയാണ്. ഇത് നന്നായിട്ടൊന്ന് നമ്മൾ ഞെരടി കൊടുക്കുക, കൈ ഉപയോഗിച്ച് ഞെരടി കൊടുക്കുക. ചില ആൾക്കാർ ഇത് ഞെരടാറില്ല, പക്ഷെ നമ്മൾ ഞെരടുന്നതാണ് നല്ലത്. കാരണം അതിൻ്റെ എല്ലാ ഒരു എന്താ പറയുക, നമ്മുടെ ആ ഒരു അംശങ്ങളെല്ലാം വരണമെങ്കിൽ നമ്മൾ മൊത്തം ഒന്ന് അലിയിപ്പിച്ച് കൊടുക്കണം. ഇനി നമ്മൾ ആ ഒരു വെള്ളത്തിലേക്ക് നമ്മൾ ആ ഒരു കരിമീനെ എല്ലാത്തിനെയും വെച്ച് കൊടുക്കുക. ഇച്ചിരി കുഴിവെള്ള ചട്ടി എടുക്കാം. ഞാനൊരു കുഴിവെള്ള ചെറിയ ചട്ടിയാണ് എടുത്തത്, നമുക്ക് ഇത്രയും ആവശ്യകത വരുന്നുള്ളൂ, അതുകൊണ്ടാണ്. ഇത് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഒരു 5 മിനിറ്റത്തേക്ക് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. അപ്പോൾ തന്നെ ഇതിൻ്റെ ഉളുമ്പെല്ലാം പോയിട്ടുണ്ടാവും. നമുക്ക് അതിൻ്റെ വീഡിയോയുടെ ഒന്ന് ജസ്റ്റ് കാണാം കേട്ടോ. അപ്പോൾ ഞാൻ കട്ട് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഒരു കുഞ്ഞ് പള്ളത്തിനെ കൂടി കിട്ടിയിട്ടുണ്ടായിരുന്നു, അതുകൂടി ഇനി ഉരച്ചെടുക്കണ്ടല്ലോ എന്ന് കരുതി അതിനകത്തേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ 5 മിനിറ്റ് കഴിയുമ്പോഴേക്കും നമ്മുടെ കരിമീൻ ജസ്റ്റ് ഒന്ന് കൈ ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് തലോടി കൊടുക്കുക. അപ്പോൾ തന്നെ അതിൻ്റെ ഉളുമ്പും അതുപോലെ തന്നെ അഴുക്കും ഒക്കെ ജസ്റ്റ് ഒന്ന് വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുമായിരിക്കും. അപ്പോൾ നമുക്ക് ഇതൊരു നൈഫ് ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് വടിച്ചു കൊടുക്കാം.
അപ്പോൾ ഞാനിപ്പോൾ ഒരു നൈഫ് ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് വടിച്ചടിച്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾ കുറേ പ്രസ് ചെയ്ത് പിടിക്കേണ്ട ആവശ്യമില്ല, ഭയങ്കര സോഫ്റ്റായിട്ട് ചെയ്താൽ മതി. കാരണം ഇപ്പോൾ തന്നെ കരിമീൻ നല്ല സോഫ്റ്റായി കാണും, അതുകൊണ്ട് തന്നെ ഹാർഡായിട്ടൊന്നും നമ്മൾ പിടിക്കേണ്ട ആവശ്യകത വരുന്നില്ല. നന്നായിട്ടൊന്ന് ഇത് ചെയ്ത് കൊടുക്കുക. ഇല്ല നിങ്ങൾക്ക് നൈഫ് ഉപയോഗിച്ച് ചെയ്യാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ വേറൊരു ട്രിക്ക് കൂടി ഞാൻ പറഞ്ഞുതരാം. നമ്മളുടെ തേങ്ങയുടെ ചൈരി ഉണ്ടല്ലോ, ആ ചൈരി ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് തലോടി കൊടുത്താൽ മതി. അപ്പോൾ തന്നെ ഇതിൻ്റെ എല്ലാ ഒരു അഴുക്കുകളും അതുപോലെ ഉളുമ്പിൻ്റെ ആ ഒരു അംശം എല്ലാം പോയി തീരും കേട്ടോ. നമ്മൾ കല്ലിൽ ഉരയ്ക്കുന്ന ആ ഒരു സമയം പോലും വേണ്ട ഇത് ചെയ്യാൻ വേണ്ടി. നമ്മൾ വെറുതെ സമയം നമുക്ക് ലാഭമാണ്, അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു പ്രക്രിയ എടുക്കുന്നത്. അതുപോലെ തന്നെ നമ്മളുടെ വീട്ടിൽ വല്ല ഗസ്റ്റ് വരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു മീൻ എങ്ങനെ പെട്ടെന്ന് തന്നെ ചെയ്യാം എന്നുള്ളൊരു ഇതുകൂടിയാണ് ഞാൻ നിങ്ങളെ കാണിച്ചു തന്നത്. നമ്മുടെ വീട്ടിൽ ഗസ്റ്റൊക്കെ വരുമ്പോൾ നമ്മൾ ഇങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ കുറേ ആൾക്കാർ പറയും ഇതിന് ടേസ്റ്റ് വ്യത്യാസം വരും എന്നൊക്കെ. പക്ഷെ നമ്മൾ 2 രീതിയിലും വെച്ച് നോക്കിയിട്ടുണ്ട്, നമുക്ക് വലിയ രീതിയിലുള്ള ടേസ്റ്റ് വ്യത്യാസമൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മുടെ കരിമീനൊക്കെ ക്ലീൻ ആയി കേട്ടോ. ഇനി നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കരിമീൻ ക്ലീൻ ആക്കുമ്പോഴേക്കും നമ്മുടെ കൈക്ക് ഭയങ്കര സ്മെല്ലായിരിക്കും. അപ്പോൾ അത് മാറാൻ വേണ്ടി ഞാൻ കുറച്ച് കഞ്ഞി വെള്ളത്തിൽ കൈ കഴുകുന്നുണ്ട്. അതിനുശേഷം ഞാൻ കുറച്ച് ഹാൻഡ് വാഷ് ഉപയോഗിച്ച് കൈ കഴുകുന്നുണ്ട്. ഇതെന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നോർമലായിട്ട് കൈ കഴുകുമ്പോഴും നമ്മളുടെ ആ ഒരു ദുർഗന്ധം ഉണ്ടാവും കേട്ടോ, നമ്മൾ മീൻ വെട്ടുന്നതിൻ്റെ. അത് മാറാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇങ്ങനെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂ കേട്ടോ, വളരെ നല്ലൊരു കാര്യമാണ്. അതുപോലെ ഞാൻ വേറൊരു വഴി കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മുടെ വീട്ടിൽ തന്നെ പറ്റുന്ന രീതിയിലൊരു ചെറിയ രീതിയിലുള്ളൊരു ടിപ്പുകളാണിതൊക്കെ. അപ്പോൾ നമ്മുടെ കൈ ക്ലീൻ ആയിട്ടുണ്ട്. ഇനി അടുത്തൊരു രീതിയെന്നും കൂടി ഞാൻ കാണിച്ചു തരാം. ഇനി നമ്മൾ കുറച്ച് ഹാൻഡ് വാഷ് ഉപയോഗിച്ച് കൈ കഴുകിയതിന് ശേഷം, നമ്മൾ മീൻ വെട്ടി കഴിയുമ്പോൾ തന്നെയുള്ള കാര്യമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കൈ കഴുകിയതിന് ശേഷം നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം നമ്മൾ ആവശ്യത്തിനുള്ള പച്ച വെളിച്ചെണ്ണയിൽ നമ്മൾ വീട്ടിൽ കുക്ക് ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്ന വെളിച്ചെണ്ണ ഒന്ന് കയ്യിൽ ജസ്റ്റ് ഒന്ന് തടകി കൊടുക്കുക. ഇതും നമ്മുടെ കൈ ക്ലീൻ ആകാൻ നല്ലതാണ്, ദുർഗന്ധം ഒഴിവാക്കും. അപ്പോൾ ഗൈസ്, എൻ്റെ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കേട്ടോ. ഉപകാരപ്രദമായി എന്നുണ്ടെങ്കിൽ എനിക്കൊന്ന് കമൻറ്റ് ബോക്സിൽ അഭിപ്രായം പറയണേ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഓക്കെ, ടാറ്റ, ബൈ ബൈ.